കനത്ത മഴയിൽ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ടിരിക്കുകയാണ് വ്യവസായശാലകൾ. പുലർച്ചെ 2 മണിയോടെയാണ് മാലിന്യം ഒഴുക്കിയത്. കറുത്ത നിറത്തിൽ എണ്ണമയമുള്ള മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കി. മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയാണ് ഈ വൃത്തികേട് കാണിച്ചത്. CG ലൂബ്രിക്കൻസ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് അടച്ചുപൂട്ടുമെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. അലി അക്ബർ ഷാ, എന്തായാലും ഒടുവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് വളരെ പാസീവായിട്ടാണ് ഈ പെരിയാറിലെ വിഷമാലിന്യം തള്ളുന്ന വിഷയത്തിൽ ഇടപെട്ടത് എന്നത് തെളിയിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അടിയന്തരമായി തന്നെ നിലപാടെടുത്തിരിക്കുന്നു. ഇന്നലെ 2 മണിക്കാണ് ഇത് തള്ളിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരിതിങ്ങനെ ചെയ്തത്? ഇത് തുടർച്ചയായിട്ട് ഇവർ ചെയ്യുന്നതാണോ അലി അക്ബർ ഷാ? എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനം, ഈ പിന്നിൽ കാണുന്ന CG ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കരിയോയിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഈ കനത്ത മഴയുടെ മറവിൽ ഒഴുക്കിയത്. ഈ സ്ഥാപനത്തിൽ നിന്നും മണ്ണിനടിയിലൂടെ ഒരു പൈപ്പ് പോകുന്നുണ്ട്. ഈ പൈപ്പിലൂടെയാണ് തൊട്ടടുത്തുള്ള ഓടയിലേക്ക്, അവിടെ നിന്ന് പെരിയാറിലേക്ക് കണക്ട് ആകുന്ന നിലയിൽ ഈ മാലിന്യം ഒഴുക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. പുലർച്ചെ 2 മണിക്കാണ് ഈ മഴയുടെ മറവിൽ ഇത്തരത്തിൽ ഈ മാലിന്യം ഒഴുക്കിയത്. ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇവിടെ പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും കൃത്യമായി ഇത്തരത്തിൽ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വ്യക്തമായിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തരമായി ഇത്തരത്തിൽ ഇന്ന് തന്നെ ഈ സ്ഥാപനത്തിന് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. കാരണം നിരന്തരമായി ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും കൃത്യമായൊരു ഇടപെടൽ PCBയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് വീണ്ടും ധൈര്യപൂർവ്വം ഇത്തരത്തിൽ ഈ വ്യവസായശാലകൾ മാലിന്യം ഈ തരത്തിൽ പെരിയാറിലേക്ക് ഒഴുക്കുന്നത് എന്നാണ് ആരോപണം. നമ്മൾ അല്പസമയം മുമ്പ് ഈ സ്ഥാപനത്തിനകത്ത് കയറിയിരുന്നു. ഇതിനകത്തുള്ള ചില സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട ടാങ്കുകളുണ്ട്. അതുപോലെ തന്നെ മഴവെള്ളം സംഭരിക്കാൻ എന്ന് പറഞ്ഞ് നിർമ്മിച്ചിരിക്കുന്ന ടാങ്കുകളുണ്ട്. ഈ ടാങ്കുകളിലെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കരിയോയിലാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഉദ്യോഗസ്ഥർക്കൊപ്പം ഇതിനകത്ത് കയറിയപ്പോഴും അത് കണ്ടതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഇതിനകത്തെല്ലാം തന്നെ കരിയോയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ സ്ഥാപനം എന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്നും മറ്റും ഉപയോഗിച്ചിട്ടുള്ള പഴകിയ കരിയോയിൽ ശേഖരിച്ച് ഇത് റിന്യൂ ചെയ്ത് ഇത് പുതിയ ഓയിലാക്കി വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ അതിമാരകമായ നിലയിലുള്ള ഈ എണ്ണമയമുള്ള ഇത്തരത്തിലുള്ള രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഇത്തരത്തിൽ ഒഴുക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്നും മണ്ണിനടിയിലൂടെ പൈപ്പിട്ടാണ് തൊട്ടടുത്തുള്ള ഓടയിലേക്ക് ഈ മാലിന്യം എത്തുന്നത്. അവിടെ നിന്നാണ് ഇത് പെരിയാറിലേക്ക് എത്തുന്നത്. അത്തരത്തിലാണ് പെരിയാർ മലിനമാകുന്നത്. ഈ വിഷയം, പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉൾപ്പെടെ ഇത്രയും വലിയ രീതിയിൽ ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിലും ഒരു ഭയവും കൂടാതെ ഈ പ്രവർത്തനം ഇത്തരത്തിൽ ഈ മലിനീകരണം തുടരാൻ ഈ വ്യവസായശാലകൾക്ക് ധൈര്യം ലഭിക്കുന്നത് അധികാരികളുടെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ള വലിയ നിലയിലുള്ള ആരോപണവും ഈ ഇവിടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉയരുന്നു. എന്തായാലും അടിയന്തര നടപടി തന്നെ ഉണ്ടായിരിക്കുന്നു. ഇന്ന് തന്നെ ഈ സ്ഥാപനത്തിന്, CG ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് ഇന്ന് തന്നെ അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുമെന്ന വിവരവും PCB ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇത്തരത്തിലുള്ള മലിനീകരണം ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ നടപടി എടുക്കണം. PCBയുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അത്തരത്തിലുള്ള നടപടികളും ഉടൻ തന്നെ PCBയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും എന്തായാലും ഉദ്യോഗസ്ഥർ വാക്ക് നൽകിയിട്ടുണ്ട്. കൃത്യമായ ഇടപെടലാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഓട, ഇവിടെയാണ് ഈ പൈപ്പിട്ട് ഇത്തരത്തിൽ ഈ മാലിന്യം ഒഴുക്കുന്നത്. ഇവിടെ ഈ മഴവെള്ളം ഒഴുക്കിക്കളയാൻ എന്ന പേരിലാണ് ഇത്തരത്തിലൊരു പൈപ്പ് ഈ ഓടയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു PVC പൈപ്പ്, ഒരു വലിയ പൈപ്പ്. ആ പൈപ്പ് വഴിയാണ് ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടി ഇത്തരത്തിലുള്ള കരിയോയിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഈ ഭാഗത്തേക്ക് ഒഴുക്കുകയും ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി ഈ പെരിയാർ മലിനീകരണം കാരണം ഇതുമായി ബന്ധപ്പെട്ട് മാലിന്യം ഒഴുക്കുന്ന ഈ വ്യവസായശാലകൾക്കെതിരെ നടപടിയെടുക്കണമെന്നതുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. CG ലൂബ്രിക്കൻസിന് ഇന്ന് തന്നെ അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുമെന്നും PCB അറിയിച്ചിരിക്കുന്നു. അലി അക്ബർ ഷാ, നമ്മളുടെ തുടർച്ചയായിട്ടുള്ള ഇടപെടൽ ഒടുവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉണർന്നിരിക്കുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതാ വിവരം റിപ്പോർട്ട് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് CG ലൂബ്രിക്കൻസ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇത് ആലുവയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരുന്നത്. എത്രയോ നാളുകളായി നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവും. പാവം ഈ പെരിയാറിൽ നിന്ന് വെള്ളമെടുത്ത് കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ ഇങ്ങനെ വിഷം കൊടുത്ത് കൊല്ലരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും CG ലൂബ്രിക്കൻസ് അടച്ചുപൂട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു കമ്പനി അടച്ചുപൂട്ടുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, പക്ഷേ ഈ കമ്പനി അടച്ചുപൂട്ടുക തന്നെ വേണം.